തൃശൂരിലെ വിവാദമായ ലാൽജി കൊള്ളന്നൂർ കൊലക്കേസിലെ 9 പ്രതികളെയും കോടതി വെറുതെ വിട്ടു. തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതികളെ വെറുതെ വിടുന്നതായി കോടതി ഉത്തരവിട്ടത്. അയ്യന്തോൾ സ്വദേശികളായ വൈശാഖ്, രാജേഷ്, പ്രശാന്ത്, സതീശൻ, അനൂപ്, രവി, രാജേന്ദ്രൻ, സജീഷ്, ജോമോൻ എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. തൃശൂരിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പോരിന്റെ ഇരയായി 2013 ഓഗസ്റ്റ് 16-നാണ് ലാൽജി കൊല്ലപ്പെട്ടത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിനെ തുടർന്ന് പാർട്ടിയുടെ ന്യൂനപക്ഷ സെൽ ജില്ലാ കൺവീനറായിരുന്ന ലാൽജി കൊള്ളന്നൂരിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെയാണ് കോടതി വെറുതെ വിട്ടത്. തെളിവുകളുടെ അഭാവത്തിലാണ് കേസിലെ 9 പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധി. അയ്യന്തോൾ സ്വദേശികളായ വൈശാഖ്, രാകേഷ്, പ്രശാന്ത്, സതീശൻ, അനൂപ്, രവി, രാജേന്ദ്രൻ, സജീഷ്, ജോമോൻ എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. 2013 ഓഗസ്റ്റ് 16-ന് അയ്യന്തോൾ പഞ്ചിക്കൽ റോഡിൽ വെച്ച് എതിർവിഭാഗക്കാർ ലാൽജി കൊള്ളന്നൂരിനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹി തെരഞ്ഞെടുപ്പിലെ തർക്കത്തെ തുടർന്ന് 2013-ലെ വിഷുദിനത്തിൽ ലാൽജിയുടെ സഹോദരൻ പ്രേംജിയെ എതിർവിഭാഗം വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. മധുവിന്റെ നോമിനിക്കെതിരെയുള്ള പ്രേംജിയുടെ വിജയമായിരുന്നു ആക്രമണത്തിന് കാരണം. കോൺഗ്രസ് അയ്യന്തോൾ മണ്ഡലം പ്രസിഡന്റായിരുന്ന മധു ഈച്ചരത്തും സംഘവും അയ്യന്തോളിലെ വാടക വീട്ടിൽ കയറിയാണ് ഭാര്യയുടെയും കുട്ടിയുടെയും മുന്നിലിട്ട് പ്രേംജിയെ വെട്ടിയത്. ഇതിന്റെ പകവീട്ടാൻ മധുവിനെ ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തി. 2013 ജൂൺ 1-ന് രാവിലെ 9:30-ന് അയ്യന്തോൾ കാർത്യായനി ക്ഷേത്രത്തിനു മുൻവശത്തായിരുന്നു കൊലപാതകം. ഈ സംഭവങ്ങളുടെ തുടർച്ചയായാണ് 2013 ഓഗസ്റ്റ് 16-ന് ബൈക്കിലെത്തിയ ഒരു സംഘം ആളുകൾ അയ്യന്തോൾ പഞ്ചിക്കൽ റോഡിൽ വെച്ച് പ്രേംജിയുടെ ജ്യേഷ്ഠനായ ലാൽജി കൊള്ളന്നൂരിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. കൈരളി ന്യൂസ്, തൃശൂർ.